ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഐസ്ക്രീം ഉണ്ടാക്കിയാലോ, അതും ഈ റസ്ക് വെച്ചിട്ട്. അപ്പൊ ആദ്യം തന്നെ 2 കപ്പ് പാല് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. പാല് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് റസ്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 കപ്പ് പാലിലേക്ക് ഒരു 6-7 ഒക്കെ റസ്ക് മതിയാകും കേട്ടോ. ഇത് ചെറുതായോണ്ട് ഞാനൊരു 10 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഈ പാലില് റസ്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോ ഇതിലേക്ക് ഒരു 6-7 ബദാം ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഞാനൊരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വനില എസൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. റസ്ക് പാല് നന്നായിട്ടൊന്ന് കുതിർന്ന് ഇതുപോലെ ഇങ്ങോട്ട് ക്രീമി ടെക്സ്ചറിലായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നേരത്തെ പഞ്ചസാര ആഡ് ചെയ്തല്ലോ, അതിനനുസരിച്ച് നിങ്ങൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. മിൽക്ക് മെയ്ഡ് കൂടുതലാണെങ്കിൽ പഞ്ചസാര കുറക്കുക, പഞ്ചസാര കൂടുതലാണെങ്കിൽ മിൽക്ക് മെയ്ഡ് അതിനനുസരിച്ച് ആഡ് ചെയ്യുക. മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താൽ മതി. മധുരത്തിനായിട്ട് എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്ത് നോക്കിയപ്പോൾ കുറച്ചൊരു ലൂസായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊരു 2 റസ്കും കൂടെ അതിലേക്ക് ചെറിയ ചെറിയ പീസാക്കി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുക്കുക. അതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിന്റെ മുകളിൽ ഞാൻ പിസ്താഷ്യോ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അലങ്കാരപ്പണികളൊക്കെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നെഡ്സ് പിസ്താഷ്യോന്നെ വേണമെന്നില്ല, കാഷ്യൂ ആയാലും ബദാമൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് വെക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അത് മാത്രമല്ല ഐസ്ക്രീം ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പൊ അത് തണുക്കണം. ഞാനൊരു 2 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചിട്ടുള്ളൂ. കൂടുതൽ വെക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് 2 മണിക്കൂർ വെച്ച് ഇതുപോലെ ഇങ്ങനെ കഴിച്ചിട്ടോ. കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പാത്രം കാലിയാകുന്നത് അറിയില്ല. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. കൂടുതൽ ചേരുവകളൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഡിസേർട്ടാണ് കേട്ടോ. അപ്പോൾ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.